Hello friends, welcome back. Brainstream ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ഡിവൈഡർ ടാഗ് എന്ന് പറയുന്ന ഒരു ഡിസൈനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാഗിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിവൈഡർ ടാഗ് ഇല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഫൗണ്ടേഷൻ പോലെയാണ്. അതായത് ഈ ഡിവൈഡർ ടാഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ പോലെയാണ്. ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ വീട് തകർന്ന് വീഴാതെ അത് പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഡിവൈഡർ ടാഗിന് ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്, എല്ലാം പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഡിവൈഡർ ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പേജ്, ഇത് നമ്മൾ ഒരു HTML പേജാണ്, സാമ്പിൾ HTML പേജാണ്. ഇതിൽ ഞാൻ 3 പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ബ്രൗസറിൽ കണ്ടു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതായത് ഡിസൈനൊന്നുമില്ല, വെറുതെ ഒരു പാരാഗ്രാഫ് പൊക്കത്ത് താഴെ വരണം, അങ്ങനെ 3 പാരാഗ്രാഫ് താഴെ വന്നിരിക്കും. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാനും ഒരു ലേ ഔട്ട് കൊടുക്കാനും ഇത് പിടിച്ചു നിർത്താനും എനിക്ക് ഡിവൈഡർ ടാഗ് കൊടുക്കണം. ഡിവൈഡർ ടാഗ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പല കണ്ടൻറ്റുകളെ പല സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യുന്ന ഒരു ടാഗാണ് ഡിവൈഡർ ടാഗ്. അപ്പോൾ ഡിവൈഡർ ടാഗ് കൊടുക്കുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ പാരാഗ്രാഫിൻ്റെ പൊക്കത്ത് അല്ലെങ്കിൽ ഒരു ടാഗിൻ്റെ ഏത് സെക്ഷനാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അതിൻ്റെ പൊക്കത്ത് നമ്മൾ ഡിവ് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ആദ്യം ഈ പാരാഗ്രാഫ് ടാഗ് കൊടുത്ത് പോയത് കൊണ്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടു നോക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം ഡിവൈഡർ ടാഗ് നമ്മളുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ പോലെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അത് ഡിസൈനിങ്ങിൽ അത് നമുക്ക് വ്യക്തമാകും. അത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയറായി അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇതെല്ലാം കൂടി ഇതും ഞാൻ ഡിവൈഡർ ടാഗ് കൊടുക്കുന്നു. ഡിവ് പാരാഗ്രാഫ് Ctrl+X Ctrl+V. ഇവിടെയും ഞാൻ ഡിവ് കൊടുക്കുന്നു. ഇവിടെയും ഡിവ് കൊടുക്കുന്നു. Ctrl+X അടിച്ചിട്ട് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇത് നമുക്ക് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കില്ല. കാരണം ഇതുണ്ട്, ഇപ്പോഴും ആ ഡിവ് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മളിതിൻ്റെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിവ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഡിസൈൻ ചെയ്ത് കഴിയാൻ നേരത്ത് അതിൻ്റെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഡിസൈനിങ്ങിന് നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മൾ ഹെഡ് ടാഗിൻ്റെ അകത്ത്, പുറത്തല്ല, ഹെഡ് ടാഗിൻ്റെ അകത്ത് നമ്മൾ CSS കൊടുക്കും. CSS നമുക്ക് ബോഡി ടാഗുകളാണെങ്കിൽ HTML ടാഗാണെങ്കിൽ ടാഗ് നേരിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ പാരാഗ്രാഫ് ടാഗ് ആണെങ്കിൽ P എന്ന് പറഞ്ഞ് കൊടുക്കാം. അങ്ങനെ ഡിസൈൻ ചെയ്യാം. പിന്നെ ക്ലാസ് കൊണ്ട് ഡിസൈൻ ചെയ്യാം. പിന്നെ ID കൊണ്ട് ഡിസൈൻ ചെയ്യാം. ക്ലാസ് ID, ഈ 3 സംഭവങ്ങൾ, ടാഗ്, ക്ലാസ്, ID, ഈ 3 സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ടാഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ ബോഡി ടാഗ്, ഡിവ് ടാഗ്, പാരാഗ്രാഫ് ടാഗ്, അങ്ങനെ ഒരുപാട് ഇമേജ് ടാഗ്, അങ്ങനെ ഒരുപാട് ടാഗ് ഉണ്ട്. അപ്പോൾ ടാഗ് എന്തും ഡയറക്റ്റായിട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ക്ലാസ് ആണ്. ഡോട്ടിട്ട് കൊടുക്കുന്ന ക്ലാസ്, #ഇട്ട് കൊടുക്കുന്നത് ID, ഡോട്ടിട്ട് കൊടുക്കുന്നത് ക്ലാസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ക്ലാസ് കൊടുക്കാം. ഈ ഡിവ് നമുക്ക് ക്ലാസ് കൊടുത്തും ID കൊടുത്തും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ക്ലാസ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ മൈ ഡിവ് എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുക്കുന്നു. പക്ഷെ ആദ്യം തന്നെ ഈ ക്ലാസ്സും ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ടാഗ് കൊടുക്കണം. കാരണം നമ്മൾ ഹെഡിൻ്റെ അകത്ത് CSS കൊടുക്കാൻ നേരത്ത് നമുക്ക് സ്റ്റൈൽ ടാഗിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റൈൽ ടാഗ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തായിരിക്കണം നമ്മൾ. സ്റ്റൈൽ ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് CSS ആണെന്ന് ബ്രൗസറിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ സ്റ്റൈൽ ടാഗ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ക്ലാസ് കൊടുക്കാം. .mydiv, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ mydiv എന്ന് ഞാൻ വെറുതെ കൊടുത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. mydiv. ഡോട്ടിട്ട് കൊടുക്കുന്ന ക്ലാസ്സാണ്, #ഇട്ട് കൊടുക്കുന്നത് ID ആണ്. അപ്പോൾ നമ്മൾ .mydiv, അത് കഴിഞ്ഞ്
നമ്മൾ മൈ ഡിവ് അതിൻ്റെ ഹൈറ്റ് നമുക്ക് 230 കൊടുക്കാം. പിന്നെ വിഡ്ത്ത് 400 കൊടുക്കാം. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മളൊരു ഈ വിഡ്ത്ത് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഈ ഡിവ് അതിൻ്റെ ഒരു വലിയൊരു പേജിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു കണ്ടെയ്നർ ഇല്ലെങ്കിൽ, അതായത് ഇതൊക്കെ ഒരു പേജ് പോലെ ആക്കണം. അപ്പോൾ അതിന് നമുക്ക് ടോട്ടൽ പേജിൻ്റെ വിഡ്ത്ത് അറിയണം. ഇപ്പോൾ ടോട്ടൽ പേജായിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, പക്ഷേ ഞാനിപ്പോൾ ബോഡി ടാഗ് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ഞാൻ അതിനകത്ത് അതിനൊരു വിഡ്ത്ത് കൊടുക്കാൻ പോവാണ്. അതിനൊരു വിഡ്ത്ത് കൊടുക്കുന്നു 1000 എന്ന് കൊടുക്കുന്നു, 1000 പിക്സൽസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഡിവ് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് വെറുതെ നമ്മൾ തോന്നിയ പോലെ മെഷർമെൻറ്റ് കൊടുക്കുകയല്ല. അത് ഒരു ബോഡി ടാഗിന് 1000 ആണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങൾക്ക് വിഡ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ഡിവ് ടാഗിൻ്റെ അകത്ത് ക്ലാസ് കൊടുക്കണം. ക്ലാസ് ഏതാ? മൈ ഡിവ് ആണ് ക്ലാസ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു ഡിവ് വന്നിട്ടുണ്ട്. കാരണം ആ ഡിവ് വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഡിസൈൻ മാറിപ്പോയത്, ചേഞ്ചായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാരഗ്രാഫ് ഇവിടെ കൊണ്ടുവരണം. അപ്പം അതിന് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു ഡിവ്, അതിന് മുമ്പ് ഇതിൻ്റെ ഇവിടെ നമുക്ക് വേറെ പുതിയൊരു സംഭവം കൊടുക്കണം. ഫ്ലോട്ട് കൊടുക്കണം. FLOT ഫ്ലോട്ട്. ഈ ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഈ ഫ്ലോട്ട് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം ഡിവ് താഴെ വരുള്ളൂ. ഡിവ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് പോലെ തന്നെ. ഇപ്പം നമ്മളിപ്പോൾ വേർഡിലൊക്കെ ചെയ്യില്ലേ, പാരഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിയുമ്പോൾ അടുത്ത പാരഗ്രാഫ് താഴെ വരും. പാരഗ്രാഫ് ഒരിക്കലും സൈഡിൽ വരില്ല. അപ്പോൾ പാരഗ്രാഫ് പോലത്തെ ഒരു സാധനമാണ് ഈ ഡിവ് എന്ന് പറയുന്നത്. അതെപ്പോഴും താഴെ വരുന്നൊരു സാധനമാണ്. അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഫ്ലോട്ട് കൊടുക്കണം. ഫ്ലോട്ട് ലെഫ്റ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് റൈറ്റ്, അങ്ങനെ കൊടുത്താലേ അത് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോവുള്ളൂ. നോർമലി ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് അടുത്ത ഡിവ് ഡിവിന് നമുക്കൊരു നെക്സ്റ്റ് ഡിവ് എന്ന് കൊടുക്കാം. എന്നിട്ട് അത് സ്റ്റൈൽ ചെയ്യാം. അത് ഇതുപോലെ തന്നെ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ടൈം ലാഭിക്കാൻ വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഈ വിഡ്ത്ത് 1000 ആണ്. ഇവിടെ ഇതാണ് കണ്ടെയ്നർ ടാഗ്. ബോഡി ടാഗാണ് കണ്ടെയ്നർ ടാഗ്. നമുക്ക് ചില ആളുകൾ ബോഡി ടാഗ് കണ്ടെയ്നർ ടാഗ് ആക്കില്ല. ബോഡി ടാഗ് കൊടുത്തിട്ട് വേറൊരു കണ്ടെയ്നർ ടാഗ് ഉണ്ടാക്കി അതിൻ്റെ അകത്താണ് ഈ പറയുന്ന ഡിവ് എല്ലാം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. ഏതായാലും നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി ഈ ബോഡി ടാഗാണ് കണ്ടെയ്നർ ടാഗ് ആക്കി മാറ്റിയിരിക്കുന്നത്. ബോഡി ടാഗിൻ്റെ അകത്താണ് ഇതെല്ലാം വരാൻ പോകുന്നത്. ഇപ്പോൾ ബോഡി ടാഗിന് 1000 പിക്സൽ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന സംഭവം ഒരെണ്ണത്തിന് 400 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര വരണം വിഡ്ത്ത്? ഇതിന് 400 അല്ല വരേണ്ടത്, ഇതിന് 600 വരേണ്ടത്. എന്നാലേ അത് മെഷർമെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. കാരണം 600ഉം 400ഉം 1000 കിട്ടും. കാരണം ഇതാണ് ടോട്ടൽ മെഷർമെൻറ്റ്. ഇവിടെ 1000 ഉണ്ട്. അപ്പോൾ ഇവിടെ 400 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 600 കൊടുക്കണം. അത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ 500 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 100 ഇവിടെ 100 പിക്സൽ ബാക്കി വരും, അവിടെ സ്പേസ് വരും. അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അലൈൻമെൻറ്റ് തെറ്റും. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും കൊടുത്തു. ഫ്ലോട്ട് ലെഫ്റ്റ് 230 പിക്സൽ, വിഡ്ത്ത് 600 പിക്സൽ, ഫ്ലോട്ട് ലെഫ്റ്റ്. ഇനി നമുക്കിവിടെ അതിൻ്റെ ക്ലാസ് കൊടുക്കാം. ക്ലാസ് ഈക്വൽസ് നെക്സ്റ്റ് ഡിവ്. അപ്പം അതും കൊടുത്തു. ഈ സേവ് ചെയ്യുക, കണ്ടു നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഡിസൈൻ ആയിട്ടുണ്ട്. അതായത് ഇത് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സെൻറ്റർ ചെയ്ത് കൊണ്ടുവരണം. അതിന് നമുക്ക് ഓട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. മാർജിനൊക്കെ കൊടുക്കണം. നമുക്ക് ഏതായാലും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഏതായാലും ഡിവ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. അതായത് ഇങ്ങനെ ഡിവ് കൊടുത്തിട്ടാണ് ഇങ്ങനെ അലൈൻമെൻറ്റ്
കൊണ്ടുവരുന്നത്. അതായത് പല പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സെക്ഷനായിട്ട് കിട്ടി, ഇത് വേറൊരു സെക്ഷനായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഇമേജ് കൊടുക്കാം. അങ്ങനെ അപ്പം അങ്ങനെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഡിസൈൻ കൊടുക്കാൻ പറ്റുള്ളൂ. ബാനർ ഒരു സ്ഥലത്ത് കൊടുത്തു, വേറൊരു സ്ഥലത്ത് ഇമേജ് കൊടുത്തു. അപ്പം അങ്ങനെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഡിവൈഡർ ടാഗ് ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഡിവൈഡർ ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈനിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.